ഇന്നിപ്പോൾ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോകുന്നതാണ്. നമ്മളെല്ലാവരും പ്രിയപ്പെട്ട മമ്മൂക്കയാണ് ചെയ്യാൻ പോകുന്നത്. ഇനി ഞങ്ങൾ പ്ലാൻ ചെയ്തതനുസരിച്ച് കാര്യങ്ങൾ നടക്കണം എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഒരു 4-4.5 മാസത്തോളം റോട്ടിലാണ്. ഞങ്ങൾ കൃത്യമായിട്ട് പ്ലാനുകൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നടക്കുമെന്ന് അറിയില്ല, പ്രത്യേകിച്ച് ഓൺ റോഡ് ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതും കൂടി നോക്കി കൃത്യമായി ഞങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഞങ്ങൾ അടുത്ത വർഷം ഒരു പോക്ക് കൂടി പോകും. ഞങ്ങളിപ്പം പോയി സെലക്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അക്കാദമിക്ക് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇപ്പോൾ ഉള്ള ഞങ്ങളെ പ്രൊജക്റ്റ് അല്ലെങ്കിൽ പ്ലാൻ എന്ന് പറയുന്നത്. എന്താണ് നിങ്ങളുടെ ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്? ഞങ്ങൾക്കിപ്പോൾ 2 അക്കാദമി ഉണ്ട് ട്രൈബൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അട്ടപ്പാടിയിലും തിരുനെല്ലിയിലും കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് നടത്തുന്നതാണ്. അതും മമ്മൂക്ക തന്നെയാണ് നമുക്ക് ഇനാഗുറേഷൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഒരു കൊല്ലത്തെ ഞങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ അത് നോർമൽ അവരെ കളികൾ അല്ലെങ്കിൽ കളിയുടെ ഒരു രീതി മാത്രമല്ല, അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ അത് നല്ലതായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികളുടെ കാര്യത്തിൽ. കാരണം കുറേ എക്സാമ്പിൾ ഉണ്ട്. അവർ തന്നെ ഞങ്ങളിപ്പം അനൗൺസ്മെൻറ്റ് വീഡിയോ കാണുമ്പോൾ തന്നെ അതിൽ മനസ്സിലാവും. അവരെ കോച്ചുമാർ തന്നെ, ആ കോച്ചും അവിടുത്തെ ആൾ തന്നെയാണ്. അയാൾ തന്നെ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ബേസിക്കലി ഇത് കേരളത്തിൽ മാത്രം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ള ആളായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രമാക്കണം, എന്തുകൊണ്ട് പുറത്താക്കിക്കൂടാ എന്നുള്ളൊരു തോന്നലാണ് ഓൾ ഇന്ത്യ ലെവലിലേക്ക് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ ആ തോട്ട് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ പറയുന്ന യാത്ര ആരംഭിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനി ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട്, ഇപ്പം നിങ്ങളെല്ലാവരും വന്നിട്ടുണ്ട്, ഈ റിസൾട്ട് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നെ അറിയാൻ വഴിയില്ല. താങ്ക് യു. നമുക്ക് ഇത് നമ്മുടെ സ്പോൺസറാണ് ഇസാഫിൻ്റെ. അത് അവരെ PR ആണ്. നമുക്ക് ഇവർ കൂടി ഒരു ഫോട്ടോ എടുത്താലും. ഇവരുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ഇപ്പോൾ കൊണ്ടുവരാൻ പറയട്ടെ. ഒരു ഫോട്ടോ എടുക്കാം എല്ലാവരും കൂടെ. പിക്ചർ വാ, ഇങ്ങോട്ട് മുമ്പോട്ട് വാ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇത് ഡിസൈൻ കാണണ്ടേ? സമയമുണ്ടാവും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിന് സമയമുണ്ടാവും. സമയമില്ല ചോദിച്ചാ. ഇതാ വണ്ടി. ഒന്ന് ഉള്ളിൽ കയറി 1 മിനിറ്റ്. ആശിര ചാവി. ഉള്ളിലുണ്ട് ഇവിടെ.
എടാ ബാക്കിയെല്ലാം ക്ലോസ് ചെയ്യുന്നുണ്ട്. കുറേ ഉണ്ടല്ലോ. ഞങ്ങൾക്ക് വരുന്നതായിരുന്നു. പൗച്ച് പോലത്തെ ഒരു സാധനമുണ്ട്, അത് വാങ്ങണം. പിന്നെ ബുക്കുകൾ കുറച്ച് കൊണ്ടുപോകാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. താഴെ ഇതിൻ്റെ നമ്മൾ ഡ്രസ്സിങ് ബാഗുകൾ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക ബോക്സുകളുണ്ടല്ലോ, കുട്ടി ആ ബോക്സുകളാണ് താഴെയുള്ളത്. അലക്കുന്ന ദിവസമാണ് ഞാൻ ഈ പറയുന്ന നല്ല ഹോട്ടലിൽ റൂം എടുത്തിട്ട് ലോണ്ടറി അങ്ങ് കൊടുക്കും, പണി കഴിഞ്ഞ്. അത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അതേ സാധനമാണ് ഇപ്രാവശ്യം വ്യത്യാസം ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോകുമ്പം ചെയ്ത സാധനങ്ങളൊന്നും ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല. ബുക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഒരിക്കലും വോയിസ് റെക്കോർഡാക്കി വെച്ചു. ഇപ്പോൾ പല സാധനങ്ങളും മിസ്സായിട്ടുണ്ട്. ഇപ്രാവശ്യം എല്ലാ ദിവസവും അവസാനം അന്നന്നത്തെ ദിവസങ്ങൾ വോയിസ് റെക്കോർഡ് ചെയ്ത് വെക്കണമെന്നുണ്ട്. കാരണം ഇതൊരു ബുക്കാക്കണം എന്നുണ്ട് അവസാനം. ഈ മറ്റേ തിരുപ്പൂരൂടെ പോവാണെങ്കിൽ ഡിസ്പോസിബിൾ അണ്ടർവെയർ ഉണ്ട്. ഞങ്ങൾ അത് വെച്ചിട്ടുണ്ടോ? നമ്മളത് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നില്ല. 9 രൂപ നല്ല സാധനം. പിന്നെ ക്യാമറ ഉണ്ട്. ഇവനാണ് ക്യാമറ എടുക്കുന്നത്. ഇവൻ്റെ പേര് ഗോകുൽ. ഇവൻ നല്ല തെയ്യം ഫോട്ടോഗ്രാഫ്. അന്നുണ്ടായിരുന്നു അവിടെ. അന്നല്ല, നമ്മളെ ഷൂട്ടിന് വേറെ ഉണ്ടായിരുന്നു. അന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ മറ്റേ ഷൂട്ട് എടുക്കാൻ പോയി. അത് പോയി. ക്യാമറ സാധനങ്ങളുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അല്ല, എല്ലാ സാധനവും കിട്ടിയില്ല. കാനൺ 10-ാം തീയതിക്ക് ശേഷം നമുക്കൊരു തീരുമാനത്തിലെത്താമെന്ന് പറഞ്ഞേക്കോ കാനൺ. പിന്നെ ഈ പറയുന്ന ഗോപ്രോ മറ്റു സാധനങ്ങൾ അതൊക്കെ ഇപ്പോൾ എടുക്കണം പോയിട്ട്. ഞാൻ അതൊക്കെ അവസാന നിമിഷത്തേക്ക് വെച്ചു. ഞാൻ മേലെ തന്നെ വിളിച്ച് ചോദിച്ചു, അവരെ ഇന്ത്യ ഹെഡിനെ തന്നെ വിളിച്ച് ചോദിച്ചു. അവർ പൈസ കുറച്ച് തരാമെന്ന് പറഞ്ഞു. പൈസ കുറച്ച് തന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം പൈസ കുറച്ച് തന്നാലും ഏകദേശം 15 ലക്ഷം റുപ്യ എടുത്താവും അവരെ സാധനങ്ങൾ വാങ്ങാൻ. അതിനെ കൊണ്ട് കാര്യം. പിന്നെ ഐപാഡും ഐഫോണും ഇവിടെയുള്ള ഈസി സ്റ്റോറിൽ തരാമെന്ന് പറഞ്ഞു. അപ്പം അത് രണ്ടാൾ പറഞ്ഞിട്ടുണ്ട്. ടെക്യൂവും പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ ടെക്യൂവിന് ഇത് കഴിഞ്ഞ് തിരിച്ചു കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് തിരിച്ചു കൊടുക്കണ്ട.